നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഏറ്റവും വലിയൊരു ചരിത്ര നിമിഷത്തിലാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള ആവേശകരമായ 2020 പരമ്പരയ്ക്ക് തുടക്കമാകുമ്പോൾ ഭാരതത്തിന്റെ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി എന്ന 14-കാരൻ നീലക്കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റേഡിയവും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളും. എന്നാൽ നിങ്ങൾ ഏവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന, ക്രിക്കറ്റ് ലോകത്തെ കണ്ണു തള്ളിക്കുന്ന ഒരു വമ്പൻ ബ്രേക്കിംഗ് വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷേ ഇന്ത്യക്കായി 2020-ൽ വൈഭവ് സൂര്യവംശി അരങ്ങേറിയാൽ പോലും ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2020 താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ ഈ ഇന്ത്യൻ അത്ഭുതപാലിന് കഴിയില്ല. അതെ, 15-ാം വയസ്സിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു കളത്തിലിറങ്ങിയാൽ പോലും അന്താരാഷ്ട്ര 2020 ചരിത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കുറഞ്ഞ താരങ്ങളുടെ ആഗോള പട്ടിക എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ വൈഭവ് സൂര്യവംശി 11-ാം സ്ഥാനത്ത് മാത്രമായിരിക്കും ഒതുങ്ങുക. ക്രിക്കറ്റിന്റെ വലിയ ചരിത്ര പുസ്തകങ്ങളിൽ വൈഭവിനേക്കാൾ ചെറിയ പ്രായത്തിൽ അന്താരാഷ്ട്ര 2020 മത്സരങ്ങൾ കളിച്ച് വിസ്മയം തീർത്ത 10 അത്ഭുത കൗമാരക്കാർ വേറെയുമുണ്ട്. എന്നാൽ ഇവരിൽ ആരുമല്ല ഇവിടെയുള്ള യഥാർത്ഥ ട്വിസ്റ്റ്. വൈഭവിനേക്കാൾ മുന്നിലുള്ള ആ 10 കളിക്കാരിൽ ഒരാൾ പോലും ഒരു ഫുൾ മെമ്പർ അഥവാ ലോകത്തെ മുൻനിരയിലുള്ള ഒരു പ്രമുഖ ക്രിക്കറ്റ് രാജ്യത്തെ പ്രതിനിധീകരിച്ചല്ല അന്ന് കളത്തിലിറങ്ങിയത്. അങ്ങനെയെങ്കിൽ വൈഭവ് സൂര്യവംശിയെ ഈ ലോക റെക്കോർഡുകൾക്കപ്പുറത്തും കോടിക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്ന ആ സവിശേഷത എന്താണ്? സൂര്യവംശിക്ക് മുന്നിൽ നിൽക്കുന്ന ആ 10 അത്ഭുത കൗമാരക്കാർ ആരൊക്കെയാണ്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മാസ് സ്റ്റാറ്റസ് വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ക്രിക്കറ്റ് പ്രേമികളെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആ ആഗോള ലിസ്റ്റിലേക്ക് വരാം. വൈഭവ് സൂര്യവംശി എന്ന ഇന്ത്യൻ താരം 14-ാം വയസ്സിലും 15-ാം വയസ്സിലും ഉണ്ടാക്കിയ ഇമ്പാക്ട് വലുതാണെങ്കിലും വൻകിട രാജ്യങ്ങൾക്ക് പുറത്തുള്ള അസോസിയേറ്റ് ക്രിക്കറ്റ് ലോകത്ത് ഇതിലും ചെറിയ പ്രായത്തിൽ അന്താരാഷ്ട്ര ജേഴ്സി അണിഞ്ഞവർ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അന്താരാഷ്ട്ര 2020-ൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആ 10 കളിക്കാരുടെ ഔദ്യോഗിക ലിസ്റ്റ് ഇതാ. എം ഗരാസിം വെറും 14 വയസ്സും 16 ദിവസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ താരം റൊമാനിയയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര 2020 കളിച്ച് ചരിത്രത്തിലെ 1-ാം സ്ഥാനം സ്വന്തമാക്കിയത്. എ മനാറ്റോസ് 14 വയസ്സും 207 ദിവസവും പ്രായമുള്ളപ്പോൾ ക്രീസിന്റെ ദേശീയ ടീമിനായി പാഡണിഞ്ഞു. മീറ്റ് ഭാവ്സർ 14 വയസ്സും 211 ദിവസവും പ്രായമുള്ളപ്പോഴാണ് കുവൈറ്റിന്റെ ജേഴ്സിയിൽ ഈ താരം വിസ്മയമായത്. ജി സെസെ 14 വയസ്സും 311 ദിവസവും പ്രായത്തിൽ വെടിക്കെട്ട് നടത്തി. ഓഡഫ് 15 വയസ്സും 64 ദിവസവും പ്രായമുള്ളപ്പോൾ ബൾഗേറിയൻ ടീമിന്റെ ഭാഗമായി. ആർ കോക്കർ 15 വയസ്സും 73 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഈ താരം അരങ്ങേറ്റം കുറിച്ചത്. എ ലാസിക് ലിയോൺ താരത്തിനൊപ്പം അതേ പ്രായത്തിൽ, അതായത് 15 വയസ്സും 73 ദിവസവും പ്രായമുള്ളപ്പോൾ സെർബിയയ്ക്കായി കളത്തിലിറങ്ങി. എ തുറായ് സീറ ലിയോണിൽ നിന്നുള്ള മറ്റൊരു താരം 15 വയസ്സും 74 ദിവസവും പ്രായമുള്ളപ്പോൾ അന്താരാഷ്ട്ര മാച്ച് കളിച്ചു. എച്ച് സെഡ് വയാനി 15 വയസ്സും 89 ദിവസവും പ്രായമുള്ളപ്പോഴാണ് മലാവി ടീമിനായി അരങ്ങേറിയത്. ടെൻജിൻ റബ്ഗെ ഭൂട്ടാന്റെ അഭിമാനമായി 15 വയസ്സും 92 ദിവസവും പ്രായമുള്ളപ്പോൾ രാജ്യാന്തര 2020 കളിച്ചു. ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, റൊമാനിയയും ഗ്രീസും കുവൈറ്റും സീറ ലിയോണുമൊക്കെ അടങ്ങുന്ന അസോസിയേറ്റ് ക്രിക്കറ്റ് രാജ്യങ്ങളിലാണ് കൗമാരക്കാർക്ക് ഇത്രയധികം ചെറിയ പ്രായത്തിൽ അന്താരാഷ്ട്ര പദവി ലഭിച്ചിട്ടുള്ളത്. ഈ വലിയ ലിസ്റ്റിന് തൊട്ടു പിന്നാലെ 11-ാം സ്ഥാനക്കാരനായാണ് നമ്മുടെ വൈഭവ് സൂര്യവംശിയുടെ പേര് എഴുതി ചേർക്കപ്പെടാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്രിക്കറ്റ് ലോജിക് മനസ്സിലാക്കേണ്ടത്. റൊമാനിയയിലെയോ ബൾഗേറിയയിലെയോ സീറ ലിയോണിലെയോ ക്രിക്കറ്റ് സാഹചര്യങ്ങളും ഇന്ത്യയെ പോലൊരു വമ്പൻ ക്രിക്കറ്റ് സാമ്രാജ്യത്തിലെ സാഹചര്യങ്ങളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ ക്രിക്കറ്റിനെ ഒരു മതമായി കാണുന്ന ഭാരതത്തിൽ കടുത്ത ആഭ്യന്തര മത്സരങ്ങളെയും കഠിനമായ സെലക്ഷൻ നാടകങ്ങളെയും അതിജീവിച്ച് ഒരു 14-കാരൻ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു കായിക നേട്ടമല്ല, അതൊരു അമാനുഷിക വിസ്മയം തന്നെയാണ്. ഒരു ഫുൾ മെമ്പർ അഥവാ ലോകത്തെ ഏറ്റവും പ്രമുഖ ക്രിക്കറ്റ് രാജ്യത്ത് നിന്ന് ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു താരം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ് വൈഭവ് സൂര്യവംശിയെ ഈ ലിസ്റ്റിലുള്ള മറ്റെല്ലാ കളിക്കാർക്കും അപ്പുറത്ത് അങ്ങേയറ്റം സവിശേഷമാക്കുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ വൻകിട രാജ്യങ്ങളിൽ
25ഉം 26ഉം വയസ്സായിട്ടും അന്താരാഷ്ട്ര ക്യാപ്പ് കിട്ടാതെ എത്രയോ പ്രതിഭകൾ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒടുങ്ങിപ്പോകുന്നുണ്ട്. അവിടെയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തച്ചുടച്ചുകൊണ്ട് തന്റെ ബാറ്റിംഗ് ടൈമിങ്ങും ക്ലാസും കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാതിലുകൾ ഈ ചെറിയ പ്രായത്തിൽ സൂര്യവംശി തള്ളി തുറന്നത്. റൊമാനിയൻ താരത്തിന് 1ാം സ്ഥാനമുണ്ടായിരിക്കാം. എന്നാൽ ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ നിൽക്കുന്ന ടീം ഇന്ത്യയുടെ ഭാഗമായി ഈ പ്രായത്തിൽ മാറുക എന്നത് ചരിത്രത്തിൽ വൈഭവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന വലിയൊരു രാജകീയ നേട്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ആ യാത്രാ ചിത്രം നമ്മൾ കണ്ടതാണ്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയ്ക്കുമൊപ്പം ഇൻഫ്ലൈറ്റിലിരുന്ന് ചിരിക്കുന്ന വൈഭവ് സൂര്യവംശിയുടെ ആ ചിത്രം വെറുമൊരു ഫോട്ടോയായിരുന്നില്ല. വരും തലമുറയെ നയിക്കാൻ പോകുന്ന പുതിയൊരു വെടിക്കെട്ട് സഖ്യത്തിന്റെ സൂചനയായിരുന്നു അത്. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ വെച്ച് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ സൂര്യവംശിയുടെ സാന്നിധ്യം കാണാൻ വേണ്ടി മാത്രം സ്റ്റേഡിയം പൂർണ്ണമായും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു എന്ന് രവിശാസ്ത്രി വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് വിരാടും രോഹിത്തും വിറ്റിരുന്ന ടിക്കറ്റുകൾ ഇനി സൂര്യവംശിയുടെ പേരിൽ വിറ്റുപോകുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയൊരു യുഗപ്പിറവിയാണ് കാണിക്കുന്നത്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും കൂട്ടരും യുവനിരയ്ക്ക് നൽകുന്ന ഈ വലിയ പിന്തുണ സൂര്യവംശിയുടെ കരിയറിന് വലിയ ഊർജമാണ് നൽകുന്നത്. ആഗോള ലിസ്റ്റിൽ 11ാം സ്ഥാനത്താണെങ്കിലും പ്രമുഖ രാജ്യങ്ങളുടെ പട്ടികയിൽ വൈഭവ് സൂര്യവംശി എന്ന ഇന്ത്യൻ താരം എന്നും 1ാം സ്ഥാനത്തു തന്നെ തിളങ്ങി നിൽക്കും. ഒരു വശത്ത് സഞ്ജു സാംസൺ തന്റെ കരിയറിലെ 1500 2020 റൺസ് എന്ന വമ്പൻ നാഴികക്കല്ലിലേക്ക് കുതിക്കാൻ വെറും 101 റൺസ് അകലെ നിൽക്കുമ്പോൾ, മറുവശത്ത് വൈഭവ് സൂര്യവംശി എന്ന പുതിയ വിസ്മയം അരങ്ങേറ്റത്തിനൊരുങ്ങുന്നു. ഈ രണ്ട് പ്രതിഭകളും ഒത്തുചേർന്ന് ഐറിഷ് മണ്ണിൽ റൺമഴ പെയ്യിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആരാധകരുടെ ആവേശം ഇപ്പോൾ വാക്കുകൾക്കപ്പുറമാണ്. ലോക റെക്കോർഡുകളിലെ സ്ഥാനമല്ല, മറിച്ച് കളിക്കളത്തിൽ ഈ 15കാരൻ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതേ സുഹൃത്തുക്കളെ, വൈഭവ് സൂര്യവംശി ഇന്ത്യക്കായി അരങ്ങേറിയാൽ പോലും ആഗോള ലിസ്റ്റിൽ 11ാം സ്ഥാനത്ത് മാത്രമായിരിക്കുമെന്ന ഈ ഞെട്ടിക്കുന്ന ക്രിക്കറ്റ് വസ്തുതയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു പ്രമുഖ ക്രിക്കറ്റ് രാജ്യത്തു നിന്ന് ഈ പ്രായത്തിൽ ഒരു താരം വരുന്നത് സൂര്യവംശിയെ മറ്റുള്ളവരെക്കാൾ വലിയ ഹീറോയാക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ അപൂർവ റെക്കോർഡ് വിവരങ്ങൾ എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.